ഇത് ജൂൺ 1-ാം തീയതി എടുത്ത വീഡിയോ കേട്ടോ. പൊന്ന അങ്കൻവാടിയിലേക്ക് പോകുന്നതിന് മുന്നേ ഉള്ളതാണേ. അപ്പം ഇത് പൊന്നിൻ്റെ സ്പെഷ്യൽ ഗെറ്റ് റെഡി വിത്ത് മീ കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് ഗ്രൂപ്പിലിടാൻ വേണ്ടി ഇവർ ഒരുങ്ങുന്നതിൻ്റെ വീഡിയോസൊക്കെ ടീച്ചറിന് എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊരു സ്പെഷ്യലായിട്ട് ഞാൻ അന്നേരം എടുത്തു കൊടുക്കുക ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞു പൊന്നിൻ്റെ അങ്കൻവാടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, നല്ല അടിപൊളിയായിട്ട് നിൽക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതെടുക്കുന്ന വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരി അതിനനുസരിച്ച് ക്യൂട്ട്നെസ്സൊക്കെ ഇടാൻ നോക്കുന്നുണ്ട്. പക്ഷെ തലയെ പണിയുന്നതോ തലമുടിയെ പിടിക്കുന്നതോ ഒന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. അതിൻ്റെ ഇഷ്ടക്കേട് നല്ല മുഖത്ത് അടിപൊളിയായിട്ട് തെളിഞ്ഞ് നിൽപ്പുണ്ട്. ഇപ്പോൾ ഒരു 100 തവണ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തലമുടി കെട്ടാനൊക്കെ വന്ന് നിൽക്കുകയുള്ളൂ. കാരണം മുടി പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ തലയിൽ ചീപ്പ് കൊണ്ട് നമ്മൾ തൊടാൻ സമ്മതിക്കില്ല. ഇങ്ങനെ വേദന എടുത്തിട്ടൊന്നും അല്ലെങ്കിൽ പോലും വെറുതെ ഇങ്ങനെ കിടന്ന് കരഞ്ഞിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പം എനിക്ക് ദേഷ്യം വരും കേട്ടോ. അപ്പം ഞാൻ പറയും, നീ തന്നെ മുടി കെട്ടി പോയാൽ മതി, ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ പിണങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ, വഴക്കുണ്ടാക്കുവേ. പിന്നെ ഞങ്ങളുടെ അടിയുടെ ഇടയ്ക്ക് എന്നെ ഇത് കൂടി പിടിച്ചു മാറ്റാൻ വരുന്ന അച്ചാച്ചായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ഇന്നിപ്പോൾ രാവിലെ ഒത്തിരി അടി കൂടേണ്ട വന്നില്ല. ടീച്ചറിന് വീഡിയോ എടുത്ത് കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വേദന എടുത്തിട്ടാണോ അല്ലാണ്ടാണോ എന്നൊന്നും അറിയത്തില്ല. കുറച്ച് നേരം ഇവളുടെ ഈ ചുരുണ്ട മുടിയായത് കാരണം എങ്ങനെയൊക്കെ നമ്മൾ കെയർ ചെയ്ത് ചീകി കഴിഞ്ഞ് കഴിഞ്ഞാലും മറ്റേ കുറച്ചൊക്കെ ചട കാണും. അപ്പോൾ അവൾക്ക് വേദന എടുക്കും. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു ഒരുക്കി കണ്ണുമൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് ഉടുപ്പിട്ടിട്ടൊന്ന് കറങ്ങി നോക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നെ കറങ്ങി കാണിക്കുവാണ് ചെയ്തതേ. അപ്പം ഈ ഉടുപ്പ് ഞാൻ ഇവൾക്ക് 1-ാം പിറന്നാളിന് വേണ്ടിയിട്ട് എടുത്തിട്ട് പിന്നെ അവൾ അങ്ങനെ ഈ ഉടുപ്പ് യൂസ് ചെയ്തിട്ടില്ല. അന്നേരമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇടിയിച്ച് നമ്മളെടുത്ത് മാറ്റി വെക്കും എന്നുള്ളതല്ലാണ്ട് അപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വലിയ കാര്യമായിട്ട് ഇവർക്ക് ഫിറ്റ് ആയിരിക്കുമല്ലോ. ഇപ്പം അവൾക്കത് കറക്റ്റ് പാകം കേട്ടോ. അന്നേരം ഞാൻ എടുത്തു കൊടുത്ത. ഇനിയിപ്പം കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഹൈറ്റൊന്നും പാകമായിരിക്കുമല്ലോ. ഇപ്പം കറക്റ്റ് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ വലിയ മഴയ്ക്ക് മുന്നേ അതൊക്കെ ഇട്ടുകൊണ്ട് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തു കൊടുത്തതാണ്. അപ്പം ഞങ്ങൾ പോകാൻ ഒരുങ്ങിയിട്ടൊരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ കേട്ടാ കണ്ടേ. അപ്പം ഇന്ന് ഞാനും അച്ചാച്ചയും കൂടെയാണ് കൊണ്ടുവിടുന്നത്. അന്നേരം ഞാൻ അവളോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് നടന്നു പോകാമെന്ന് പറഞ്ഞു വെറുതെ. അന്നേരം പറഞ്ഞില്ല, ഞാൻ അച്ഛയുടെ വണ്ടിക്ക് കയറിയേ പോവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി വിടിയല്ലായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് വാശി പിടിച്ചു കേട്ടോ. അന്നേരം പറഞ്ഞു വണ്ടിക്കാണ് കൊണ്ടുപോയി വിടണേന്നും പറഞ്ഞു. അങ്ങനെ പുള്ളിക്ക് ബൈക്കിൽ കയറി ഫ്രണ്ടിലിരുന്ന് പോകാൻ ഭയങ്കര കാര്യമാണ്. അപ്പം അച്ചാച്ചിക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പിന്നെ കൊണ്ടുപോയി താഴോട്ട് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ കൂടെ ചെല്ലണം. എന്നാലേ പുള്ളിക്ക് കുറച്ച് നേരം മസിൽ പിടിച്ച് എന്നെ അതിൻ്റെ അകത്ത് കയറ്റി ഇരുത്താൻ പറ്റുള്ളൂ. അച്ചാച്ചയെ വിടാൻ ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ പുള്ളിക്കാർ നേരെ കയറി പൊക്കോളും ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട്. ഞാൻ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പുള്ളിക്ക് ഭയങ്കര ഇത് കൂട്ടാ, അമ്മച്ചി പിന്നെ പോയാൽ മതി, ഇവിടെ കുറച്ച് നേരം ഇരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഇങ്ങനെ കുറച്ചൊക്കെ കൊഞ്ചും. പക്ഷെ ഞാൻ ഇരിക്കത്തൊന്നുമില്ല. ഒരു 5 മിനിറ്റൊക്കെ ഇരുന്ന് അല്ലെ ബാക്കി പിള്ളേർക്കാണെങ്കിലും സങ്കടം വരികയല്ലേ. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് നിന്നിട്ട് പിന്നെ ഞാൻ പോരും കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 2 ആമ്പൽപ്പൂ ഒക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നേ. അത്യാവശ്യം ഉണ്ടായ മുട്ടുകളൊക്കെ തീർന്നിട്ട് ഇപ്പോൾ 1-2 വീതം ഓരോ ദിവസം വിരിയുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എപ്പോഴും മിറ്റവും പരിസരമൊക്കെ ക്ലീനായിട്ട് കിടക്കണം. ഇപ്പം മഴയായത് കാരണം, മഴക്കാലം തുടങ്ങിയത് കാരണം പുല്ലൊക്കെ പിടിക്കുന്നുണ്ട്. എന്നാലും എനിക്ക് സമയം കിട്ടുന്നത് പോലെ ഞാൻ രാവിലെയും മുറ്റടിക്കും, വൈകുന്നേരം 2 നേരം മുറ്റടിക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഒരുപാട് പുല്ലൊന്നും മുറ്റത്ത് പിടിക്കത്തില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്ക് വീട്ടിലൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ മാറിപ്പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമുക്കിവിടെ കാട് കയറും കേട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ട് പെട്ടെന്ന് തന്നെ പെരയൊക്കെ അടിച്ച് വാരി തുടയ്ക്കാനുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. രാവിലെയും വൈകുന്നേരം ഇതുപോലെ തന്നെ അടിച്ചു വാരിനൊപ്പം തന്നെ തുടയ്ക്കുകയും ചെയ്യും. പെട്ടെന്ന് നമുക്കിവിടെ പൊടി പിടിക്കും. വെള്ള ടൈലായതുകൊണ്ട് പെട്ടെന്ന് അഴുക്കാവും. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ അംഗൻവാടിയിലൊക്കെ കുറേ മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പം ടീച്ചർ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യേ, ഉച്ചയ്ക്ക് ഞാൻ വിളിച്ചു, വെറുതെ ഒരു ചെറിയ ജലദോഷം ഉണ്ടായിരുന്നത് കാരണം ചോദിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചത്. അപ്പോൾ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചർ പറഞ്ഞൊരു കാര്യം ചെയ്യേ, നേരത്തെ വന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളാൻ പറഞ്ഞേ. അപ്പോൾ അവളുടെ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് പോന്നു കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടുകാരി വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ച് അംഗൻവാടിയിലത്തെ പഠിത്തം കഴിഞ്ഞിട്ട് പുള്ളി LKG ചേർന്നു. അപ്പോൾ അതിൻ്റെ കാര്യമൊന്നും ഇവളറിഞ്ഞില്ല. അപ്പോൾ ഇവൾ ഇടയ്ക്കിടയ്ക്കല്ലേ പോകാറുണ്ടായിരുന്നുള്ളൂ കുറേ നാളായിട്ട്. അപ്പം കഴിഞ്ഞ ദിവസത്തെ ഇതോടുകൂടി അതിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് കൊച്ച് പോയി അവിടുന്ന്. അപ്പോൾ LKG ചേർന്ന കാരണം അവൾ പോയി. അപ്പോൾ ആ കൊച്ച് വന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് സ്കൂളിൽ ചേർന്നു, വലിയ ചേച്ചിയായി, സ്കൂളിൽ പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് സ്കൂളിൽ പോകണം, എന്നെ സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ സങ്കടപ്പെട്ട് പിണങ്ങി നിൽക്കുന്നത് പോലെയൊക്കെ പോയി നിന്ന് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ഓക്കെ ആയി.
പിന്നെ വേറെ എത്ര കൂട്ടുകാർ വന്നു, ഇന്ന് അങ്കൻവാടിയിൽ എന്നായിരുന്നു കഴിക്കാൻ തന്നെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചർ ചീരക്കറി കൂട്ടി ചോറ് തന്നു, അപ്പാപ്പം ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കൂട്ടുകാർ വന്നായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോരും കേട്ടോ. അപ്പം ഞാൻ കറിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അറിയത്തില്ലേ. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് ഇന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ചീരക്കറി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ അവിടെ കൂട്ടുകൂടിയതും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി വീട്ടിൽ വന്നു. പിന്നെ അവൾക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് ഞാൻ അടുത്ത ക്ലീനിങ് പരിപാടിയിലേക്ക് കിടന്നു. ഈ കിടക്കുന്ന എൻ്റെ അടുക്കളയാണോ എന്ന് പോലും എനിക്ക് ഡൗട്ടാകും കേട്ടോ. കാരണം കുറേ ദിവസം മാറി നിന്നിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് പൊടി പിടിച്ചായിരുന്നു എന്നറിയാമോ. ഭയങ്കര പൊടിയും ഇത് കൂട്ടായിട്ട് നാശമായിട്ട് കിടക്കുമായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ അതെല്ലാം പിന്നെ ചേട്ടായി വരാൻ താമസിക്കുന്നത് കാരണം അത്രയും നേരം ബോറടിച്ചിരിക്കണ്ടല്ലോ എന്നും വിചാരിച്ചുകൊണ്ട് ഓരോന്ന് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ്. പക്ഷെ അത് 8ൻ്റെ പണിയായിരുന്നു. കാരണം 3-4 മണിക്കൂർ എങ്ങാണ്ട് നിന്നിട്ട് ആ കുറച്ച് ഇട മാത്രം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത്. കാരണം അതുപോലെ പൊടിയും കാര്യങ്ങളും ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 2-3 ദിവസമായിട്ട് കുറച്ച് തുണിയും കാര്യങ്ങളും ഒക്കെ മെഷീനിൽ അലക്കാനും പെറുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അലക്കാനുള്ളതങ്ങ് ഇട്ടിട്ടാണെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തുണിയും കൂടെ വാഷ് ചെയ്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. ആ സമയം കൊണ്ട് ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കി കേട്ടോ. അപ്പോഴത്തേക്കും രാത്രിയായി, ഒരു 7 മണി 8 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെ അപ്പോഴത്തേക്കും പൊന്ന് അത്യാവശ്യം വൃത്തികേടാക്കിയിട്ടുണ്ടായിരുന്നു പെരയുടെ അകമൊക്കെ. പിന്നെ അതൊക്കെ വന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ കഴുകാനിട്ടായിരുന്ന തുണിയും കാര്യങ്ങളും ഒക്കെ അപ്പോഴത്തേക്കും ക്ലീൻ ചെയ്ത് കിട്ടി. ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് എടുത്തതാക്കി ഇട്ടാൽ മതി. അപ്പോഴത്തേക്കും തന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും ഇതെല്ലാം ഉണങ്ങി കിട്ടിക്കോളും. അപ്പം ഞങ്ങളുടെ അത്യാവശ്യം പണികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി പോയി തുണിയും കൂടെ വിരിച്ചിട്ട് പോയി കുളിക്കുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അന്നേരത്തേക്കും ചേട്ടായും വരാറായി കേട്ടോ. 10 മണിയൊക്കെ ആകാറായി ഏകദേശം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ തുണിയും വിരിച്ചിട്ട് ഞങ്ങൾക്ക് പോയി കുളിയും കഴിഞ്ഞ് ഫുഡും കഴിച്ചിട്ട് ഇനി കിടന്നാൽ മതി.